ഹേ ഗായ്സ് വെൽക്കം. അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നാണ് കുക്കിങ്. അപ്പോൾ ഇന്ന് കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനെങ്ങനെ ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടിയിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. അതിലോട്ട് 4 സവാള പിന്നെ കുറച്ചധികം കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. കൊച്ചുള്ളി ആയിട്ട് അതിൻ്റെ മെയിൻ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില പിന്നീട് ഒരു തക്കാളി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ അതൊന്ന് വഴറ്റിയെടുക്കാം. നല്ലപോലെ വഴറ്റി ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും അതിലോട്ട് പൊടി ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടീസ്പൂൺ മുളക് പൊടി, പിന്നീട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി നിങ്ങൾ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് ഉലുവാപ്പൊടി, അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല. ഞാനിങ്ങനെ കൈ കിട്ടിയ പൊടികളൊക്കെ എടുത്ത് ചേർക്കാറുണ്ട് ഗൈസ്. പൊടി ഐറ്റംസൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കും ഞണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഞണ്ട് ആഡ് ചെയ്തിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചാറാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ